വലിയ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടന്നത്. മുണ്ടക്കൈ ഭാഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട രക്ഷാപ്രവർത്തനം ആ ഒരു മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. രാവിലെ 7 മണിയോടുകൂടിയാണ് നമ്മൾ ആ ഒരു മേഖലയിൽ എത്തുന്നത്. ആ ഒരു സമയത്ത് കണ്ട കാഴ്ച സുദേവന്റെ വീട് പൂർണ്ണമായും നിലത്തേക്ക് പതിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഭൂമിയിലേക്ക് പൂർണ്ണമായും ഇരുന്നു പോയ പോലെയുള്ള കാഴ്ചയായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. അവിടെയുള്ള രക്ഷാപ്രവർത്തകർ 4-5 പേർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ എത്തിയൊരു പ്രാഥമിക പരിശോധന നടത്തിയ സമയത്ത് ആ ഒരു വീട്ടിൽ 5ഓളം ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് കൂടുതൽ ആളുകൾ ആ ഒരു മേഖലയിലേക്ക് എത്തിയുള്ള രക്ഷാപ്രവർത്തനം പിന്നീട് നടത്തുകയായിരുന്നു. പ്രധാനമായും അവർ നേരിട്ടൊരു വെല്ലുവിളി അത്യാധുനിക സംവിധാനങ്ങളോ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഹിറ്റാച്ചി പോലെയുള്ള വാഹനങ്ങളോ അവിടെ ഇല്ലാത്തതായിരുന്നു. അവരുടെ കഠിനാധ്വാനം കൊണ്ടും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന പിക്കാസ് അതുപോലെയുള്ള ആയുധങ്ങൾ കൊണ്ടുമായിരുന്നു ഏറെ മണിക്കൂറുകളോളം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നുള്ളതായിരുന്നു. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതിനകത്തകപ്പെട്ട സുദേവൻ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെടുക്കാൻ സാധിക്കും, രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ മണിക്കൂറുകൾക്കിപ്പുറത്തെ സുദേവിന്റെ മാതാവിന്റെ മൃതദേഹം കണ്ടെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോഴും ആ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കരസേന അതുപോലെ തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഒക്കെ തന്നെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മഴ പല ഘട്ടങ്ങളിലായി എത്തിയത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു. ഇപ്പോൾ ആ ഒരു മേഖലയിലേക്ക് 4ഓളം ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിരുന്നെങ്കിൽ അവരെ ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി എന്നുള്ളത് തന്നെയാണ്. അവിടെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എത്തിക്കാൻ സാധിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. തൊട്ടപ്പുറത്ത് നാസറിന്റെ വീടാണ്. നാസറിന്റെ വീട്ടിൽ നമ്മുടെ കണ്ണു പൊട്ടിപ്പോകുന്ന ഹൃദയം നുറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു രാവിലെ അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ആ ഒരു മേഖലയിലെത്തിയ സമയത്ത് 2 പേർ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറെ ഹൃദയഭേദകമായ കാഴ്ച. ഉടനെ തന്നെ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതിനാൽ അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴും അവിടെ നിന്നും നാസറിന്റെ മൃതദേഹം മാത്രമാണ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു ചില ആളുകളും ആ ഒരു വീട്ടിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുദേവിന്റെ വീട്ടിലും ഇപ്പോഴും 4ഓളം ആളുകൾ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ വാർത്ത തത്സമയം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സുദേവിന്റെ ബന്ധുവായ ചിഞ്ചു നമ്മുടെ ചാനലിലേക്ക് വിളിക്കുന്നതും അത് സുദേവിന്റെ വീട് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നതിനിടയിലാണ് അതൊന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചതും ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തിയതും എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ പുഴയിൽ വെള്ളം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കുത്തിയൊലിച്ചു വരുന്ന വെള്ളം വലിയ രീതിയിൽ രക്ഷാദൌത്യത്തിൽ പ്രതിസന്ധിയാകുന്നുണ്ട് എന്നുള്ളതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഈ 2 വീടുകൾ കേന്ദ്രീകരിച്ച് നിലവിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നാളെയും ആ ഒരു മേഖല ഊന്നൽ നൽകിയുള്ള ഒരു പ്രവർത്തനം തന്നെയാകും അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് സുദേവിന്റെ മാതാവിന്റെ മൃതദേഹം ഏറെ സങ്കടത്തോടുകൂടി രക്ഷാപ്രവർത്തകർ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. സുജയ. മുബഷീർ, സുദേവന്റെ വീടിന് ചുറ്റുപാടുമുള്ള മറ്റു വീടുകളും തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അവിടേക്ക് ഈ ഉരുൾപൊട്ടിയെത്തിയ വെള്ളം ഒരു വശത്തേക്ക് മുഴുവൻ അടിച്ചു കയറുകയായിരുന്നു. ആ ഭാഗത്തേക്ക് എസ്റ്റേറ്റിന്റെ തൊട്ട് താഴെ വരെ ഈ വെള്ളം അടിച്ചു കയറി അവിടെയുള്ള വീടുകളെല്ലാം താഴേക്ക് കൂപ്പുകുത്തി കിടക്കുന്ന സാഹചര്യമായിരുന്നു. ഒലിച്ചു പോകുന്നതിന് പകരം ആ വീടുകൾ മണ്ണോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മറ്റു വീടുകളിൽ നിന്ന് കാണാതായ ആളുകളെ ഈ വീടിന്റെയൊക്കെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്നും അടുത്ത ദിവസം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുമോ? എങ്ങനെയായിരിക്കും നാളത്തെ തെരച്ചിൽ? ആ മേഖലയിൽ തന്നെ 10ഓളം വീടുകളിൽ ഈ നിലയിൽ ആളുകൾ അകപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് ആ പ്രദേശവാസികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീടിന്റെ മുഴുവൻ ഭാഗവും താഴെ കടർന്നു പോയിട്ടുണ്ട്. മണ്ണും ചെളിയും പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ തന്നെ അടിഞ്ഞുകൂടിയതിനാൽ ആളുകളെ പുറത്തിറക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ്. സുദേവന്റെ വീട്ടിലെ തന്നെ രക്ഷാദൌത്യം അത്രത്തോളം ദുഷ്കരമായിരുന്നു. ആദ്യഘട്ടത്തിൽ അതിന് മുകളിലുണ്ടായിരുന്ന മേൽക്കൂര പൂർണ്ണമായും അവിടെ നിന്നും വലിച്ചു നീക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അവരുടെ കയ്യിൽ കേവലം ഒരു പിക്കാസും അതുപോലെ തന്നെ ഹാമർ ഉൾപ്പെടെയുള്ള ചെറിയ ഉപകരണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ഹിറ്റാച്ചി പോലെയുള്ള വാഹനങ്ങൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ആ ഒരു മേൽക്കൂര വീടിന്റെ മുകൾ ഭാഗത്തു നിന്നും നീക്കം ചെയ്യുന്നത്. തുടർന്ന് അതിന് മുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന ആ കോൺക്രീറ്റ് പാളികൾ അത് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 200ഓളം വരുന്ന രക്ഷാപ്രവർത്തകർ അത് അടിച്ചു തകർക്കുന്നത്. അത് അടിച്ചു തകർത്ത് വീടിനേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള
ശ്രമം നടത്തിയെങ്കിലും അപ്പോഴും സാധിച്ചില്ല. അതിന് തൊട്ടു താഴെ വലിയ ശക്തിയുള്ള കമ്പികൾ ഉണ്ടായിരുന്നു. കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവ നീക്കം ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിലൊന്നും തന്നെ ഗ്യാസ് കട്ടറോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ചേർന്നിരുന്നില്ല എന്നുള്ളതായിരുന്നു അവർ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി. മുബഷീർ, ഇപ്പോൾ ആദിത്യൻ ചോദിക്കുന്നു എത്ര പേരെ കിട്ടാനുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉപകാരമായേനെ. ഇപ്പോൾ ഇന്ന് മുബഷീർ രാവിലെ മുതൽ അവിടെ തുടരുകയായിരുന്നല്ലോ, അവിടെ എത്ര പേരെയാണ് കാണാതായിരിക്കുന്നത്? എത്ര വീടുകൾ, അതിൽ എത്ര പേർ ഉണ്ടായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ? അവിടെയുള്ള വാർഡ് മെമ്പറും അതുപോലെ തന്നെ പ്രദേശവാസികളും പറയുന്നത് പ്രകാരം 30ഓളം ആളുകൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവിടെ ഈ നിലയിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന വീടുകളിലൊക്കെ തന്നെ നിരവധി ആളുകൾ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ എന്ത് തന്നെ യാതൊരു വിവരവുമില്ല. മറ്റു ചില വീടുകളിലൊക്കെ തന്നെ എത്ര പേരുണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നമ്മളോട് പങ്കുവെക്കുന്നത് ആ ഒരു പള്ളിയോട് ചേർന്ന ഭാഗത്തെ താഴ്ഭാഗത്തെ ഒരു വീട്ടിൽ ഒരു കുഞ്ഞടക്കം 3 ആളുകൾ ഉണ്ടായിരുന്നു. അവർ ആ വീട്ടിൽ നിന്ന് ആ ഒരു സമയത്ത് മാറിയോ അല്ലെങ്കിൽ അപകടത്തിൽ എന്തെങ്കിലും പറ്റിയോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഊർജിതമായ രക്ഷാപ്രവർത്തനം തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് വേണമെന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇവരെയൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സുജയ, ഒരുപക്ഷെ ഇന്ന് കൂടുതൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ആ ഒരു മേഖലയിൽ എത്തിച്ചതിനാൽ ഇന്ന് രാത്രിയും രക്ഷാപ്രവർത്തനം ആ ഒരു മേഖലയിൽ തുടരുന്നുണ്ട്. നാളെയും അതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയും രക്ഷാദൌത്യ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന വെല്ലുവിളി അവർക്ക് മുന്നിലുള്ളത് അപ്രതീക്ഷിതമായി എത്തുന്ന മഴയാണ്. ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴ അത് പുഴയിലും വെള്ളം വർദ്ധിക്കുന്നതിനിടയാക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ചെളിയിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ കാൽമുട്ടോളം ചെളി നിറയുന്നു. അത് രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഊർജിതമായ പ്രവർത്തനങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. നാളെയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും വലിയ നാശം വിതച്ച സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു കാഴ്ച ഇന്ന് രാവിലെ സുജയ പാർവതി ഉൾപ്പെടെയുള്ളവർ ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. അത്രത്തോളം ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഉറങ്ങിക്കിടന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചിരുന്ന ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു അപകടം അവരെ ജീവനോടുകൂടി തന്നെ കൊണ്ടുപോയോ അല്ലെങ്കിൽ മണ്ണിൽ അകപ്പെട്ടോ എന്നും തന്നെ അറിയാതെ ബന്ധുക്കളും പ്രദേശവാസികളും അയൽവാസികളും ഒക്കെ തന്നെ ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്നതും ഊർജിതമായ തിരച്ചിൽ വേണമെന്ന് തന്നെയുള്ളതാണ്. അതിന് കൂടുതൽ സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ ആ മേഖലയിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിച്ചിട്ടെങ്കിലും അവയുപയോഗിച്ച് മണ്ണും ചെളിയും നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും 4 ആൾപ്പൊക്കത്തിൽ അവിടെ ഹിറ്റാച്ചിയും JCBയും അതായത് മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതലായി എത്തിച്ചാൽ മാത്രമേ അവിടെ നിന്നുള്ള മണ്ണും ചെളിയും ഒപ്പം പാറകളും ഒക്കെ നീക്കാൻ കഴിയൂ. മുബഷീർ പി അക്ബറും TV പ്രസാദും ഇന്ന് ആ പ്രദേശത്ത് തന്നെയായിരുന്നു.